ഈ വേദിയിലുണ്ട്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. JDS-ന്റെ ജില്ലാ പ്രസിഡന്റ് TNK ശശീന്ദ്രൻ മാസ്റ്റർ, അദ്ദേഹം ഈ വേദിയിൽ സന്നിഹിതനാണ്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ബാബു പറമ്പത്ത്, അദ്ദേഹം ഈ വേദിയിലുണ്ട്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. നാഷണൽ ലീഗിന്റെ നേതാവ് നിസാം വടകര, അദ്ദേഹം ഈ വേദിയിലുണ്ട്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. അതോടൊപ്പം തന്നെ ഈ റാലിയിൽ പങ്കുചേരാൻ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾ ഈ റാലിയിലേക്ക് ഏറെ സ്നേഹത്തോടു കൂടി തന്നെ അവരെല്ലാം ഈ റാലിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ അഡ്വക്കേറ്റ് C. വിനോദൻ ഈ റാലിയിൽ അധ്യക്ഷനായി. എന്തുകൊണ്ട് LDF സ്ഥാനാർത്ഥി വിജയിക്കണം എന്നത് എന്നെക്കാളും വളരെ നന്നായിട്ടുണ്ട്. ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP. പല പത്രങ്ങളും സർവേ നടത്തുന്നു. ഈ സർവേ പ്രകാരമൊക്കെ പറയുന്നത് നമ്മൾ പല സ്ഥലങ്ങളും തമ്മിലാണ്. കഴിഞ്ഞ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ നടന്ന സർവേ വരെ നമ്മൾ ഈ സർവേയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ വരാൻ പോകുന്ന 2024 തെരഞ്ഞെടുപ്പിൽ LDF 20-20 ജയിച്ചു വരും. അതിലുപരി വടകരയിൽ ശൈലജ ടീച്ചർ ഏറ്റവും വലിയ ചരിത്രത്തിലില്ലാത്ത ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരും. അതിന് ഓരോരോ പ്രവർത്തനം അതിന്റെ ഭാഗമാകണം എന്ന് മാത്രം പറഞ്ഞു. നമ്മുടെ ഉദ്ഘാടകൻ CPIM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ മുദ്രാക്കം വിളിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് ആനയിക്കണമെന്ന് we are heartily welcome to Comrade Sitaram Yechoori, CPM National Secretary. That is coming. വടകര പോലുള്ള ഈ പ്രബുദ്ധമായ ഇടതുപക്ഷ കോട്ടയിൽ സഖാവ് സീതാറാം യെച്ചൂരിയെ പോലുള്ള CPIM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ സാന്നിധ്യം നമുക്ക് ഏറെ ആവേശം പകരുന്നതാണ്. ഞാൻ നീട്ടുന്നില്ല. ദാറ്റ്സ് ഐ ആം ഹാർഡ്ലി ഇൻവൈറ്റ് ടു ഇനാഗുറേറ്റ് ദിസ് പ്രോഗ്രാം മൈ കോംറേഡ്, ദാറ്റ്സ് സീതാറാം യെച്ചൂരി. ദാറ്റ്സ് ഹാർട്ട്ഫുൾ welcome to Sitaram Yechoori to inaugurate this program. Thank you. ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നിതീഷ് നാരായണൻ, അദ്ദേഹത്തെയും JNU അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, எனக்கு மலையாளம் வரையில்லை, என்னோட மாதൃഭാഷ தெலுங்கானா. இதுக்கு தான் நான் இங்கிலீஷில் சம்சாரிக்கிறேன். காம்ரேட் நிதிஷ் translate பண்ணுவோம். My dear brothers and sisters, this is a very crucial election in the history of our country
which will determine whether we will continue to remain a secular democratic republic or not. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ത്യയുടെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുൻപിലാണ് നമ്മൾ ഉള്ളത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം തീരുമാനിക്കും ഈ രാജ്യം ഒരു ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക്കായി തുടരുമോ ഇല്ലയോ എന്ന്. But before I come to why I am saying this, I would like to say that I heard while coming to Vadagara, all sorts of scurrilous campaigns are being conducted against Shailaja teacher on the social media. But I take that as a positive sign. That is, our opponents and the UDF have now declared that Shailaja has won the election, and therefore they are resorting to this sort of a very low-grade campaign, and they must be answered back, not in that language, but they should be answered back democratically by giving Shailaja teacher a very resounding victory in the coming elections and sending her to parliament. എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നിർണായകം എന്ന് പറയുന്നതിന് മുൻപ് മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. അത് വടകരയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ കേട്ടതും ഞാൻ അറിഞ്ഞതും ആയിട്ടുള്ള കാര്യം, ഇവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ശൈലജ ടീച്ചർക്കെതിരായിട്ട് അങ്ങേയറ്റം നികൃഷ്ടമായിട്ടുള്ള രീതിയിലുള്ള പ്രചരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നടക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഞാനതിനെ ഒരർത്ഥത്തിൽ നല്ല രീതിയിൽ കൂടിയാണ് എടുക്കുന്നത്. അത് തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ശൈലജ ടീച്ചർ വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളതിന്റെ ഒരു പ്രഖ്യാപനം കൂടിയായിട്ട് ഞാനതിനെ കാണുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം തരംതാണ പ്രചരണങ്ങൾ ഇവിടെ നടക്കുന്നത്. ആ തരംതാണ പ്രചരണങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങൾ ഉത്തരം നൽകും, മറുപടി നൽകും. അവരുടെ ഭാഷയിലല്ല, ജനാധിപത്യത്തിന്റെ ഭാഷയിൽ അവർക്ക് മറുപടി നൽകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. Comrade Shailaja teacher is not only an asset for Kerala or for the Kerala LDF government when the COVID pandemic was on, but how the manner in which she showed the competence in tackling the Nipah crisis earlier gained her global acclaim, and she was subjected to being awarded many global recognition. And such a person being elected and sent to the Indian Parliament at this crucial time is very important, because the contributions that she will make is not only confined to Kerala alone, but it will be confined to India and to the very important task of safeguarding the secular democratic character of the Republic of India, which is a role that each one of us will have to play to discharge, and Shailaja will be best equipped to do that from this constituency inside the Parliament. ശൈലജ ടീച്ചർ കോവിഡിന്റെ കാലത്ത് മാത്രമല്ല, ആ കാലത്ത് മാത്രമല്ല കേരളത്തിന്റെ സമ്പത്തായിരുന്നത്. നിപ്പയുടെ കാലത്തും നിരവധിയായിട്ടുള്ള പ്രതിസന്ധികളുടെ എല്ലാം കാലത്തും ഈ കേരളത്തിന്റെ സമ്പത്തായിരുന്നയാളാണ് ശൈലജ ടീച്ചർ. ആ പ്രവർത്തനങ്ങളുടെ എല്ലാം ഭാഗമായി ലോകം ആദരിച്ചയാളാണ്. നിരവധി തരത്തിലുള്ള ആഗോളമായിട്ടുള്ള പ്രസക്തി തേടിയെത്തിയിട്ടുള്ള ആളാണ് ശൈലജ ടീച്ചർ. അങ്ങനെ ഒരാൾ വടകരയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത് വടകരയുടെ മാത്രം ആവശ്യമല്ല, കേരളത്തിന്റെ മാത്രം ആവശ്യമല്ല, ഈ രാജ്യത്തിന്റെ തന്നെ ആവശ്യമാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ ആവശ്യമാണ്. രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കുവാനുള്ള പോരാട്ടത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കുമുള്ള ഉത്തരവാദിത്വം ഈ പോരാട്ടത്തിൽ ശൈലജ ടീച്ചറെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. Why I say that there is an existential threat to the secular democratic India, Republic of India, is that during the last 10 years, we have seen a systematic assault on the 4 foundational pillars of the Constitution of India. These are on secular democracy, on economic sovereignty, on federalism, and on social justice. On every single one of them, there has been an assault that has been mounted, and that assault is directed at destroying this constitution and replacing our secular democratic republic as a authoritarian, rabidly intolerant, fascistic Hindutva Rashtra. That is the objective. For that objective, they have to destroy this existing constitution, and that is what the BJP and all their leaders and campaigners are going on saying. Give Modi 400 Lok Sabha seats and we shall change this constitution. Changing this constitution is essential for them
for their fascistic Hindutva Rashtra to be established. That is the threat. That is the existential threat before the country which has to be stopped and which has to be defeated. That is my appeal to all of you, is to defeat that danger that we are facing today in these elections, and that is how we can save India today. എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാകുന്നു എന്ന് നമ്മൾ പറയുന്നു. കഴിഞ്ഞ 10 വർഷമായി രാജ്യം അനിതര സാധാരണമായിട്ടുള്ള അതിക്രമങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. രാജ്യത്തിന്റെ വ്യവസ്ഥാപരമായിട്ടുള്ള അതിക്രമങ്ങൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. രാജ്യത്തിന്റെ ഭരണഘടനയെ താങ്ങി നിർത്തുന്ന തൂണുകൾ, അതിനെ നിലനിർത്തുന്ന അതിന്റെ മൂല്യങ്ങൾ എല്ലാം തകർക്കപ്പെടുന്നു. മുഖ്യമായും 4 തൂണുകൾ. ഒന്ന് സാമ്പത്തിക പരമാധികാരം, മറ്റൊന്ന് മതനിരപേക്ഷ ജനാധിപത്യം, മറ്റൊന്ന് ഫെഡറലിസം, മറ്റൊന്ന് ഈ രാജ്യത്തെ നിലനിർത്തുന്ന സാമൂഹ്യ നീതിയുടെ സങ്കല്പങ്ങൾ. ഇതെല്ലാം തകർക്കപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതെല്ലാം തകർക്കപ്പെട്ടാൽ ഭരണഘടന തകർക്കപ്പെടുന്നു എന്നുള്ളതാണ് അർത്ഥം. ഇത് തകർക്കപ്പെട്ട്, ഭരണഘടന തകർക്കപ്പെട്ട് അവർക്ക് ഈ രാജ്യത്തെ ഒരു അമിതാധികാര അസഹിഷ്ണുത നിറഞ്ഞിട്ടുള്ള ഫാസിസ്റ്റ് ഹിന്ദു രാജ്യമാക്കിയിട്ട് ഈ രാജ്യത്തെ മാറ്റുവാൻ വേണ്ടി ഭരണഘടന തകർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അവർ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, മോഡിക്ക് 400-ലധികം സീറ്റുകൾ നൽകുക എന്നും, അങ്ങനെ നൽകിയാൽ ഞങ്ങൾ ഭരണഘടന മാറ്റി എഴുതുമെന്നും അവർ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ അപകടത്തെ ചെറുക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടതും ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുന്നതിലൂടെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടതും. That's why he's come here a number of times to Kerala, and I'm sure before the polling he'll come again, Modi, to spread all his disinformation campaign. But the main issue today is that he's going around giving guarantees all across the country. He says this is Modi guarantee. And not a single Modi guarantee has been fulfilled in the last 10 years of all the promises that he's made. That is why I say Modi guarantee means zero guarantee. That it is something that will never be fulfilled. He promised 2 crore new jobs every year. Today you have the highest unemployment level in the country since independence. And the worst is that our educated youth are mostly unemployed. 42% of the graduates in our country are unemployed. And that is the way in which we are wasting our demographic dividend and leaving our youth who can build a better India. All we have to do is give them proper education, health and employment, and they will create a better India. There is nothing else to do. But that is being destroyed by Modi. The meaning of Modi guarantee is destruction of India and its secular democratic republic. മോദി പലതവണ ഇവിടെ കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. വരികയും നുണ നന്നായിട്ട് പ്രചരിപ്പിക്കുകയും ചെയ്യും. ഇപ്പൊ പറയുന്നത് മോദി ഗ്യാരണ്ടിയെ കുറിച്ച്, മോദിയുടെ ചില ഉറപ്പുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താണ് മോദി ഗ്യാരണ്ടി എന്ന് 10 വർഷം ഈ രാജ്യം കണ്ടതാണ്. 10 വർഷമായി പറഞ്ഞ ഒരു ഉറപ്പ് പോലും നടപ്പിലാക്കുവാൻ വേണ്ടി പറ്റാത്ത പരാജിതന്റെ പേരാണ് നരേന്ദ്രമോദി എന്നുള്ളത്. 2 കോടി ജോലി നൽകും എന്ന് പറഞ്ഞു, നടപ്പിലാക്കിയിട്ടില്ല. ഈ രാജ്യത്ത് ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മയിലേക്ക് രാജ്യം കടന്നുപോയിരിക്കുന്നു. 42% ബിരുദധാരികളായിട്ടുള്ള യുവാക്കളും തൊഴിലില്ലാത്തവരായി അലയുന്ന നാടിന്റെ പേരാണ് ഇന്ത്യ എന്നുള്ളത്. അതുകൊണ്ടാണ് മോദി ഗ്യാരണ്ടി എന്നാൽ ശൂന്യമായ ഗ്യാരണ്ടിയാണ്, പൊള്ളയായ ഉറപ്പാണ് എന്ന് ഞാൻ പറയുന്നത്. ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകണം, വിദ്യാഭ്യാസം നൽകണം, മെച്ചപ്പെട്ട ആരോഗ്യം നൽകണം. അങ്ങനെയാണ് ഈ നാടിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. എന്നാൽ മോദിയുടെ ഗ്യാരണ്ടി അതൊന്നുമല്ല. ഒരൊറ്റ ഗ്യാരണ്ടി മാത്രമാണ് മോദിക്കുള്ളത്. അത് ഈ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കി തകർക്കും എന്ന ഒരു ഗ്യാരണ്ടി മാത്രമാണ്. And that is why one of the guarantees is given is that it's Modi guarantee that corruption will be eliminated from India. And this is the most ironical part of it, the most dishonest part of it. The most corrupt government today ever since India's independence has ever come into existence is this Modi government. Under the leadership of Modi, you have today legalized political corruption. And that is what these electoral bonds were all about. And through these electoral bonds, it has now been shown that thousands of crores of rupees were made by the BJP, in fact looted by the BJP, using 3 methods.
First is extortion. You go to a firm, a company or a corporation and tell them if you do not donate to the BJP through the electoral bonds, we will send the CBI or the ED or the income tax behind you and you will be jailed. For fear and for protection, thousands of rupees of electoral bonds were bought by them and donated to BJP. The second method was that you donate to us through electoral bonds, we shall give you airports, we shall give you seaports, we shall give you new deals and contracts. So it's a quid pro quo. That is, electoral bonds was the commission for the deals that the government was giving to these corporates. And thirdly, large-scale money laundering. Firms that had reported losses in their balance sheet bought thousands of rupees of electoral bonds and gave it to the BJP. Many times more than what the profits they made, some firms, they bought these electoral bonds. And where did this money come from? Whose money is it? Very dangerous implication. Because if this money has come from abroad, then it's foreign money. Is this money connected with the global drug trade? Is it connected with the illegal trade globally that is taking place? Now this is a very, very serious matter that needs to be properly investigated. But the ED is after opposition leaders investigating and jailing them, but not against this sort of money laundering. So through these three methods primarily, Modi has become the presiding deity, the deity of the corrupt society that has been created, that is the legalization of political corruption. This is the worst form of political corruption, and today he gives us the guarantee that he will eliminate corruption. You are the presiding deity. Under your patronage, this corruption has grown manifold. So you are looting this country for the sake of your personal aggrandizement, and therefore they must go. മോദിയുടെ മറ്റൊരു ഗ്യാരണ്ടി ഈ രാജ്യത്ത് നിന്നും അഴിമതി ഇല്ലാതാക്കും എന്നുള്ളതായിരുന്നു. ഇതാണ് മോദിയുടെ ഉറപ്പുകളിൽ ഏറ്റവും അസത്യമായിട്ടുള്ളത്, ഒരു കാരണവശാലും യുക്തിക്ക് നിരക്കാത്തത്. ഏറ്റവും വലിയ അഴിമതി നിറഞ്ഞിട്ടുള്ള, സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി നിറഞ്ഞിട്ടുള്ള ഗവൺമെന്റ് ആയിരുന്നു നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അഴിമതിയെ നിയമവിധേയമാക്കിയിട്ടുള്ള ഭരണമായിരുന്നു നരേന്ദ്രമോദിയുടെ ഭരണം. അതാണ് തെരഞ്ഞെടുപ്പ് ബോണ്ടിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളത്. ആയിരക്കണക്കിന് കോടി രൂപ കൊള്ളയടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. 3 തരത്തിലാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പ് ബോണ്ടിലൂടെ പണം കൊള്ളയടിച്ചിട്ടുള്ളത്. ഒന്ന്, നേരിട്ടിട്ടുള്ള പിടിച്ചെടുക്കലാണ്. എന്ന് വെച്ചാൽ ഒരു കമ്പനിയിലേക്ക് നേരെ പോവുകയാണ്, ഒരു പ്രത്യേക സംവിധാനത്തോട് അവരോട് നേരെ പോയിട്ട് പറയുകയാണ്, നിങ്ങൾ ഞങ്ങൾക്ക് പണം നൽകുക. പണം നൽകുന്നില്ല എങ്കിൽ ED-യേക്കും ജയിലിലടക്കും, CBI-യേക്കും അന്വേഷണ ഏജൻസിയേക്കും ഇങ്ങനെ ജയിലു കാട്ടി ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ചുകൊണ്ട് കമ്പനികളിൽ നിന്നും പണം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ മെത്തേഡ് എങ്കിൽ, രണ്ടാമത്തത് നിങ്ങൾ ഞങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ട് നൽകുക, തെരഞ്ഞെടുപ്പ് ബോണ്ട് നൽകുക, ഞങ്ങൾ നിങ്ങൾക്ക് എയർപോർട്ടും തുറമുഖവും ഹൈവേയും വ്യത്യസ്തമായ കരാറുകളും പദ്ധതികളുമെല്ലാം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും എന്ന് പറഞ്ഞ കമ്മീഷൻ വാങ്ങിയെടുക്കുന്ന പരിപാടിയാണ് രണ്ടാമത്തെ രീതിയെങ്കിൽ, മൂന്നാമത്തത് അതിനേക്കാൾ അപകടകരമാണ്. അത് കള്ളപ്പണം വെളുപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. നമ്മൾ കണക്ക് നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളത് പല കമ്പനികളും, നഷ്ടത്തിലുള്ള കമ്പനികൾ പോലും ഇലക്ട്രൽ ബോണ്ടിൽ പണം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പല കമ്പനികളും അവരുടെ ലാഭത്തിനേക്കാൾ എത്രയോ ഇരട്ടി തെരഞ്ഞെടുപ്പ് ബോണ്ടായിട്ട് BJP-ക്കും മറ്റും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. എവിടെ നിന്നാണ് ഈ പണം വരുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ആരുടേതാണ് ഈ പണം എന്നൊരു ചോദ്യമുണ്ട്. ഈ പണം നിയമവിരുദ്ധമായിട്ടുള്ള പണമാണ്. ആഗോളതലത്തിൽ മയക്കുമരുന്ന് കച്ചവടത്തിൽ നടക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പണമാകാം, തെറ്റായ മാർഗത്തിലൂടെ സ്വരൂപിക്കുന്ന പണമാകാം. ഇത്തരത്തിൽ അതീവ ഗുരുതരമായ അന്വേഷണം നടത്തേണ്ട കുറ്റകൃത്യങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് നടപ്പിലാകുന്നത്. എന്നാൽ ED
ED ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾക്ക് ഇതൊന്നും അന്വേഷിക്കാനുള്ള സമയമില്ല. അവർ പ്രതിപക്ഷത്തിന്റെ പിറകെ വിറളി പിടിച്ച് നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മോദിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ അഴിമതിയുടെ ഏറ്റവും ആദ്യത്തെ നടത്തിപ്പുകാരനായിട്ട് നരേന്ദ്രമോദി മാറിയിരിക്കുകയാണ്. നിങ്ങൾ അഴിമതി അവസാനിപ്പിച്ചയാളല്ല, അഴിമതിയെ നിയമവിധേയമാക്കിയയാളാണ്. അഴിമതിയുടെ കാര്യപ്പെട്ട നടത്തിപ്പുകാരനായി പൂജാരിയായി മാറിയിട്ടുള്ള ആളാണ്. ഈ രാജ്യത്തെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിന്റെ നേതൃത്വമാണ്. That's why today he says that I have jailed all opposition leaders who are corrupt. He has jailed all opposition leaders who are corrupt. But then how many corrupt leaders has he released because they joined the BJP? Today at least 25 top leaders on whom there are thousands and thousands of crores of rupees of corruption, who should be in jail. But they joined the BJP, so they are now ministers in BJP governments in various states. And they are now leaders of BJP contesting the elections. So what is it? The ED goes after opposition leaders. The moment they leave their party and join the BJP, all of them become Satya Harishchandras. There is no charge against them, no corruption case against them. Everything vanishes when you join the BJP. What else is this but patronizing corruption, protecting corruption, and protecting the loot of India? And if this has to be stopped, this government has to be defeated in these elections. എല്ലാ പ്രതിപക്ഷ നേതാക്കൾക്കും എതിരായിട്ട് ED ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്, പലരെയും ജയിലിൽ ഇടുകയാണ്. എന്നാൽ എത്രയോ ആളുകൾ BJPയിൽ ചേർന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഈ കേസുകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടവരായിട്ടും കുറ്റമുക്തരായി മാറിയും കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. ED എന്നാൽ അന്വേഷണ ഏജൻസിയെ അയച്ച് ഭീഷണിപ്പെടുത്തുകയും BJPയിൽ ചേർന്ന നിമിഷം അന്വേഷണം നേരിട്ടവരെല്ലാം ഹരിശ്ചന്ദ്രന്മാരായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഴിമതിയെ ഇത്രമാത്രം വ്യാപകമാക്കിയിട്ടുള്ള ഒരു ഭരണകൂടത്തെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കില്ല. ഈ കൊള്ളയാണ് അവസാനിപ്പിക്കേണ്ടത്. ഇങ്ങനെ അഴിമതിയിൽപ്പെട്ട് പിന്നീട് BJPയിൽ ചേർന്ന് ഹരിശ്ചന്ദ്രന്മാരായി മാറിയ പല ആളുകളും BJPയുടെ മന്ത്രിമാരായിട്ട് വിവിധ സംസ്ഥാനങ്ങളിലുണ്ട്, BJPയുടെ സ്ഥാനാർത്ഥികളായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. ഈ കൊള്ളയാണ്, ഈ അഴിമതിയെ അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഭരണകൂടം പരാജയപ്പെടേണ്ടത്. But this loot is not happening through this corruption alone. There is another very, very big thing that is happening under Modi during the last 10 years, and that is the establishment of what I would call, or we would call, the communal corporate nexus. The corporate communal nexus. The corporate communal nexus is looting our country today. The crony capitalism that Mr. Modi has promoted has led to today all the major economic centers and economic activity being concentrated in a few hands. All the ports, airports and seaports, all of them are owned by Mr. Adani. All your petrochemical facilities and all your the media, in fact the control is owned by Mr. Ambani. And in this way, the country's entire wealth is being looted by few individuals that are patronized by Modi. And this communal corporate nexus has led to the extent where every single public sector is being privatized, where every single mineral resource of our country, natural resource of our country is being privatized. The forests are being denuded, and why you couldn't have this meeting in Vadagara this morning, and we are having it this afternoon, is because of this heat and this temperature. And it is unusual because this is the impact of climate change. And that is happening because our forest cover is being cut. And it's being cut to facilitate private mining. And Modi is the presiding officer. You have unnatural floods and rains in Kerala. You have these heat waves in Kerala, which were not heard of earlier. But they are happening now because of the destruction of climate and destruction of our forest cover. And that is what Modi is doing. And why? Because these corporates, these chosen corporates, can make mega profits. So everything is being handed over to them. As a net result,
Not only this, even tax concessions are given. And nearly 16 lakh crores of the loans taken by these big corporates, Modi's friends, those have been written off during the last 10 years. 16 lakh crores. You ask for 20,000 rupee loan waiver for our farmer who's distressed and committing suicide. The government does not give. But for them you have 16 lakh crores of rupees of loan waivers. So this is how the country is being looted. And the net result is what? The poor are becoming poorer, the rich are becoming richer. In 2023 last year, the wealth of the country that was added in that 1 year, 2023, the top 10% of our population, their wealth increased by 22%. Increased. The bottom 50% of our population, their wealth declined by 13%. So you have the rich becoming richer, the poor becoming poorer. Worst unequal societies that we ever had since independence and now in the world is India under Modi. So this is how the economic sovereignty of our country is being looted. And this is what we have to stop. And this is one of our foundational pillars of our constitution, economic sovereignty, and that is being looted to benefit a few people in our country. അഴിമതി പലതരത്തിൽ നടക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചത് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷം രാജ്യം മറ്റൊരു വെല്ലുവിളിയെ കണ്ടുകഴിഞ്ഞു. അത് ഈ രാജ്യത്തെ കൊള്ളയടിക്കുന്ന വർഗീയ കോർപ്പറേറ്റ് കൂട്ടുകെട്ടിന്റെ ദുർഭരണത്തിന്റെ കാഴ്ചയായിരുന്നു. അവരാണ് ഈ രാജ്യത്തെ കൊള്ളയടിച്ചത്. ചെങ്ങാത്ത മുതലാളിത്തത്തിന്റെ കാലമായിട്ട് ഈ രാജ്യം പരിവർത്തനപ്പെട്ടത് നമ്മൾ കണ്ടുകഴിഞ്ഞു. എല്ലാം തങ്ങൾക്ക് പ്രിയപ്പെട്ട തങ്ങളുടെ പ്രിയപ്പെട്ട ചങ്ങാതിമാരായ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്ന ഭരണകൂടത്തെ നമ്മൾ കണ്ടുകഴിഞ്ഞു. ഒരു ചെറിയ ന്യൂനപക്ഷത്തിന്റെ കയ്യിലേക്ക് രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ കേന്ദ്രീകരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകഴിഞ്ഞു. വിമാനത്താവളവും തുറമുഖവും എല്ലാം അദാനിക്ക് കൊടുത്തപ്പോ മീഡിയ മാധ്യമങ്ങൾ, അതുപോലെ തന്നെ ധാതു മേഖലയിൽ ഉൾപ്പെടെയുള്ള കമ്പനികൾ, ഇങ്ങനെയുള്ള മേഖലയെല്ലാം അംബാനിക്ക് കൊടുക്കുകയും വിമാനത്താവളവും തുറമുഖവും എല്ലാം അദാനിക്ക് കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ സമ്പത്ത് രണ്ട് ചങ്ങാതിമാർക്കിടയിൽ വീതിച്ചു നൽകുന്ന ചെങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഭീകരമായ കാഴ്ച, കൊള്ള നമ്മൾ കണ്ടുകഴിഞ്ഞു. സ്വകാര്യ മേഖല ഒന്നാകെ, പൊതുമേഖലയൊന്നാകെ സ്വകാര്യവൽക്കരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകഴിഞ്ഞു. ഖനികൾ, വനമേഖല എല്ലാം തകർക്കുന്നത് നമ്മൾ കണ്ടുകഴിഞ്ഞു. ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് രാജ്യത്തിന്റെ വനം ഉൾപ്പെടെ തീരെഴുതി നൽകിയതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് നേരിടുന്ന കാലാവസ്ഥാ വ്യതിയാനം, കടുത്ത ചൂട്, പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടുള്ള തരത്തിലുള്ള കാലാവസ്ഥാപരമായിട്ടുള്ള അപകടങ്ങൾ, ഇതൊക്കെ ഈ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ നാടിനെ അപകടത്തിലേക്ക് തള്ളിവിട്ടിട്ടുള്ള ആളുകളാണ് എന്ന് നമുക്ക് കാണാം. അതേസമയം തന്നെ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 16 ലക്ഷം കോടി രൂപയുടെ ലോൺ എഴുതി തള്ളിയിട്ടുള്ള ഭരണകൂടമാണ്. പൊതുമേഖലാ ബാങ്കിൽ നിന്നും 16 ലക്ഷം കോടി രൂപ കോർപ്പറേറ്റുകളുടെ പണം, കടം എഴുതി തള്ളിയപ്പോ വെറും 2000 കോടി രൂപ ആത്മഹത്യയുടെ മുനമ്പിലേക്ക് തള്ളിവിടപ്പെട്ട ഇന്ത്യൻ കർഷകരുടെ കടം എഴുതി തള്ളുവാൻ വേണ്ടി തയ്യാറാകാതിരുന്നവരെ കൂടിയാണ് ഈ ഭരണകൂടം എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് എന്താണ് ഈ രാജ്യത്തുണ്ടാകുന്നത്? ദരിദ്രർ കൂടുതൽ ദരിദ്രരായി മാറുന്നു, സമ്പന്നർ കൂടുതൽ സമ്പന്നരായിട്ട് മാറുന്നു. കഴിഞ്ഞ ഒരു വർഷത്തെ കണക്ക് മാത്രം എടുക്കുക. 2023 ഈ രാജ്യത്തെ സമ്പന്നരായിട്ടുള്ള 10% അവരുടെ സമ്പത്തിന്റെ 22% വർധനവുണ്ടായി എന്നുള്ളതാണ് കണക്ക് എങ്കിൽ രാജ്യത്തെ ദരിദ്രരായ 50% ജനങ്ങളുടെ മൊത്തം സമ്പത്ത്, അതിൽ നിന്നും 13% സമ്പത്ത് ഇടിഞ്ഞു എന്നുള്ളതാണ് കണക്ക്. ഇങ്ങനെയാണ് സമ്പന്നർ കൂടുതൽ സമ്പന്നരും ദരിദ്രർ കൂടുതൽ ദരിദ്രരുമാകുന്ന ഒരവസ്ഥയുണ്ടാകുന്നത്. ഇതിന്റെ പേരാണ് സാമ്പത്തികമായ പരമാധികാരം തകരുക എന്നുള്ളത്. ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഉറപ്പുകളിലൊന്ന് സാമ്പത്തിക പരമാധികാരമാണ്. ഈ സാമ്പത്തിക പരമാധികാരത്തെയാണ് നരേന്ദ്രമോദി തകർത്തു കളഞ്ഞത്. That's why today we have to realize that this sort of guarantees that is being given, because one more guarantee Modi is given, is that Modi guarantee that India will become the 3rd largest economy in the world when Modi wins again for the 3rd term. I think India does not require Modi to be the Prime Minister to be the 3rd largest economy. The way the statistical trends are today, India will grow 38% more GDP from 2013
when we reach 2027. France and Japan, which are the fourth and the fifth largest economies, I mean, they will grow only at 15%. Why? Because India has 140 billion crore people. And more the people, the more the hands, the more the contribution to the GDP. This is elementary economic knowledge. And therefore, this growth will take place irrespective of who is the Prime Minister. It can be anybody who is the Prime Minister. But India will cross Japan and France in 2027. That credit, Mr. Modi says, it's because of him. It is like saying that every day in the morning the sun rises because Mr. Modi permits the sun to rise. And with his permission, there is sunrise every day. So Modi has become the boss of the universe, saying that everything is happening only because he permits them or he dictates them. മറ്റൊരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റും എന്നുള്ളൊരു ഗ്യാരണ്ടിയായിരുന്നു. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യക്ക് ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറാൻ നരേന്ദ്രമോദിയുടെ ആവശ്യമേ ഇല്ല എന്നുള്ളതാണ്. അത് ഇന്ത്യ ഈ നാളുകളിൽ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടായി കൈവരിച്ചു കൊണ്ടിരിക്കുന്ന സ്വാഭാവികമായ സാമ്പത്തിക പരിണാമത്തിന്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ അത് സാധിക്കും എന്നുള്ളതാണ്. അതായത് 2027 മുമ്പ് ജപ്പാനെയും ഫ്രാൻസിനേക്കാൾ കൂടുതലുള്ള സാമ്പത്തിക വളർച്ചയിലേക്ക് ഇന്ത്യ വരും. എന്തുകൊണ്ടാണ് ഇന്ത്യ വരുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം, ഇന്ത്യ 140 കോടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു നാടാണ്. അവർ സാമ്പത്തിക പ്രക്രിയയിൽ ഇടപെടുന്ന ഒരു നാടാണ്. അവരുടെ നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായിട്ട് ഈ സാമ്പത്തിക മേഖല സ്വാഭാവികമായിട്ടും വളരും. ആ സ്വാഭാവിക വളർച്ചയിൽ ഇന്ത്യ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറും എന്നാണ്. അതിൽ നരേന്ദ്രമോദിയുടെ പങ്കോ സംഭാവനയോ യാതൊന്നുമില്ല. അങ്ങനെ യാതൊരു സംഭാവനയുടെയും ആവശ്യമില്ല. ഇതിന്റെ ക്രെഡിറ്റ് നരേന്ദ്രമോദി എടുക്കാൻ വേണ്ടി നോക്കുന്നതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ, എല്ലാ ദിവസവും രാവിലെ സൂര്യൻ ഉദിക്കുന്നത് നരേന്ദ്രമോദിയുടെ അനുവാദം വാങ്ങിയിട്ടാണ് എന്ന് പറയുന്നത് പോലെ മാത്രമേ ഉള്ളൂ ഇതിന്റെ ക്രെഡിറ്റ് തനിക്കാണ് എന്ന് നരേന്ദ്രമോദി അവകാശപ്പെടുന്നത്. But at the same time, there are other dangers also. We've seen for secular democracy, for economic sovereignty, but then federalism. If they want to convert the secular democratic republic into a fascistic Hindutva order, what is required is not a federal structure, but a unitary structure where all power is concentrated in the hands of the center. And that is why all these slogans, one nation, one election, eventually what it means is one nation, one language, one nation, one culture, one nation, one leader. And that is the way in which they are moving, because they require that unitary state structure. That means destroy center-state relations. That is what is happening with Kerala. The way they have, in terms of finances, the way they have attacked Kerala and prevented it from actually exercising its constitutional right to borrow, to implement the policies it promised to its people. The Kerala government had to go to the court, and court had to provide relief. Likewise, Tamil Nadu government had to go to the court. West Bengal government had to go to the court against the role of the governors who are actually wielding extra constitutional authorities. So all this destruction of center-state relations is part of this destruction of the secular democratic republic of India, because they want a unitary state structure. This has to be stopped. That is why we have to tell them that India is a land of diversities. India is a land where there are different religions, different languages, different customs, different traditions. And each one of us have our own pride in our own distinct identity. And every one of us sitting here, when we go abroad, we say we are Indian. When we come back to India, I say I am a Telugu speaking Andhra. You will say I am a Malayalam speaking Keralite. We will have our differences. When I go to Andhra, I say I come from coastal Andhra. When I go to coastal Andhra, I say I come from the Delta region in the coastal Andhra. So every single one of them is my identity.
apart from my caste, apart from my religion. So each one of these identities has to be respected. And only then India can survive and India can thrive. But what the BJP and the RSS want is to uniformize this entire diversity by saying one country, one culture, one language. And that is why the slogan of Hindu, Hindi, Hindutva. And that is the danger where they want to destroy the diversity in our country, which means the imploding of India. This destruction we have to stop. If we have to stop that, we have to stop the Modi government from returning to hold the office in 2024 in these elections. മറ്റൊരു അപകടം രാജ്യത്ത് ഫെഡറലിസത്തിന് നേരെ നടക്കുന്ന അതിക്രമങ്ങളും അക്രമങ്ങളും ആണ്. രാജ്യത്തെ ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക് എന്ന ഈ രാജ്യത്തിന്റെ സ്വഭാവത്തെ തകർത്ത് ഒരു ഫാഷിസ്റ്റ് ഹിന്ദു രാഷ്ട്രം നിർമ്മിക്കണമെങ്കിൽ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ തകർത്തുകൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് കാണാൻ നമുക്ക് സാധിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ്, ഒരു ഭാഷ, ഒരു സംസ്കാരം എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങളിലേക്ക് ഈ ഭരണകൂടം കടന്നുപോയിട്ടുള്ളത്. അവർക്ക് ഫെഡറലിസത്തെ തകർക്കണം, എന്നാൽ മാത്രമേ സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള ഫാഷിസ്റ്റ് ഹിന്ദു രാഷ്ട്രത്തെ നിർമ്മിക്കുവാൻ വേണ്ടി അവർക്ക് സാധിക്കുകയുള്ളൂ. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തെ വേട്ടയാടുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശമായിരുന്നു ഈ നാട്ടിൽ ഭരണം നടത്തുന്നതിന് വേണ്ടിയിട്ട്, വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് കടമെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ്. അതുപോലും തടഞ്ഞു. ആ ഭരണഘടനാപരമായിട്ടുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് കോടതിയിൽ പോകേണ്ട അവസ്ഥയിലേക്ക് കേരളത്തിനുണ്ടായി എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഇതാണ് സംഭവിച്ചത്, പശ്ചിമ ബംഗാളിൽ ഇതാണ് സംഭവിച്ചത്. ഇവിടങ്ങളിലെല്ലാം ഗവർണർമാരെ കൂടി ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങളിലൂടെ നാടിനെ തകർക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇത് തടയാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അവരോട് ഈ നാടിനെ പറയാൻ വേണ്ടി സാധിക്കണം, ഇന്ത്യ വൈവിധ്യങ്ങളുടെ ഒരു നാടാണ്. വ്യത്യസ്തമായ മതങ്ങളുടെയും ഭാഷകളുടെയും സംസ്കാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും ജീവിത രീതികളുടെയും എല്ലാം നാടാണ് ഇന്ത്യ. അവയോരോന്നും ഈ നാടിന്റെ അഭിമാനമാണ്. അവ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതിനെ തുല്യതയോടുകൂടിയിട്ട് കാണേണ്ടതുണ്ട്. അതിനണിനിരക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്കെല്ലാം വ്യത്യസ്തമായിട്ടുള്ള സ്വത്വങ്ങളുണ്ട്. ഒരുപക്ഷെ രാജ്യത്തിന് പുറത്തു പോയാൽ നമ്മളെല്ലാം പറയും നമ്മൾ ഇന്ത്യക്കാരാണ് എന്ന്. ഈ രാജ്യത്തിനകത്തെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ മലയാളികളാണ്, ഞാൻ തെലുങ്ക് സംസാരിക്കുന്ന ആന്ധ്രയിൽ നിന്നുള്ള ഒരാളാണ്, ഞാൻ എന്റെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആന്ധ്രയിൽ തന്നെ ഞാൻ തീരദേശാന്ധ്രയിൽ പെടുന്നയാളാണ്, ഇനി തീരദേശാന്ധ്രയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഡെൽറ്റ പ്രദേശത്ത് ഉൾക്കൊള്ളുന്ന ഒരാളാണ് ഞാൻ. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ സ്വത്വങ്ങളാണ് നമ്മളെല്ലാം ഉള്ളത്. ഇവയെല്ലാം ബഹുമാനിക്കപ്പെടേണ്ടതാണ്, സംരക്ഷിക്കപ്പെടേണ്ടതാണ്, തുല്യത നൽകേണ്ട ഒന്നാണ്. ഇതിനെ തകർത്തുകൊണ്ട് എല്ലാത്തിനെയും ഏകീകരിക്കുക എന്ന കേന്ദ്രീകൃത അധികാര പരമാധികാര ശ്രമത്തിന്റെ ഒരു ഭരണകൂടത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഷയിലേക്ക്, ഒരു സംസ്കാരത്തിലേക്ക്, ഒരു മതത്തിലേക്ക് രാജ്യത്തെ ചുരുക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഹിന്ദു, ഹിന്ദി, ഹിന്ദുസ്ഥാൻ എന്ന മുദ്രാവാക്യം ഈ രാജ്യത്ത് ശക്തിപ്പെടുത്തുവാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. ഈ നാടിന്റെ വൈവിധ്യങ്ങൾ സംരക്ഷിക്കപ്പെടണം, ഈ നാടിന്റെ വ്യത്യസ്ത സംസ്കാരങ്ങൾ സംരക്ഷിക്കപ്പെടണം. അങ്ങനെ സാധിക്കണമെങ്കിൽ ഈ ശ്രമങ്ങൾ ചെറുക്കപ്പെടണം. അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിൽ നിന്നും പുറത്തെറിയപ്പെടുന്നുവെന്ന് ഈ നാടിന് ഉറപ്പുവരുത്തുവാൻ വേണ്ടിയിട്ട് സാധിക്കണം. That is why we should actually advise the Prime Minister that he should change his script writer. Because two days ago he came to Kerala and he said there's been no development in Kerala. And the Prime Minister, your own Niti Aayog has put out a report of the comparative performance of all the states in India. And what does it show? Kerala is number 1 position in all human development indices. All. And it is the last position in terms of incidence of poverty. This is your own statistics. Your Gujarat goes way behind Kerala. Your Uttar Pradesh is the lowest on all the indicators of your own Niti Aayog. So you change your script writer or whoever writes your speeches, because at least as the Prime Minister you are not expected to say the untruth. But that is the specialized campaign that he conducts of misinformation. And that has to be answered. Because the third largest economy in India, what is the truth that they don't convey? India's per capita GDP is 142 out of 180 countries.
India has got the lowest per capita GDP of all the G20 countries. India has the lowest per capita GDP of all the BRICS countries. India has got the lowest human development indicators index of all the G20 countries. And today, just now, few hours ago, the Vidam Institute of Scandinavia, which gives the index of democracy, has downgraded India further. Till last year, they said India is not a democracy, but it's an electoral autocracy. Today, they have defined India as one of the worst autocratizers in the world. Today, the democracy index of your Economist intelligence unit has put India two numbers below from what it says of a distorted democracy, what it called in 2021. The whole world is now recognizing the sort of democracy that Mr. Modi is presiding over. If this has to change, the reality has to be understood, and that is why it is imperative that we make all the efforts which the CPIM has made to unite all secular democratic forces in the country to ensure that in order to save India today, we require to defeat this Modi government in the coming elections. മോദിയോട് നമുക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് താങ്കളുടെ തിരക്കഥ എഴുതി തരുന്ന ആളുകളെ, പ്രസംഗം തയ്യാറാക്കി തരുന്ന ആളെ ഒന്ന് മാറ്റണം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് പ്രസംഗിച്ചത് കേരളം എല്ലാ വികസന സൂചികയിലും ഏറ്റവും പുറകോട്ട് പോയിരിക്കുന്നുവെന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അല്ലയോ പ്രിയപ്പെട്ട മോദി, നിങ്ങളുടെ നീതി ആയോഗിന്റെ കണക്കുകൾ മാത്രം ഒന്ന് എടുത്തു നോക്കുക. ആ കണക്കനുസരിച്ച് മനുഷ്യ വികസനത്തിന്റെ എല്ലാ സൂചികകളിലും കേരളം 1-ാം നമ്പറാണ് എന്ന് നിങ്ങളുടെ തന്നെ നീതി ആയോഗിന്റെ കണക്കുകൾ തെളിയിക്കുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. മനുഷ്യർ ഏറ്റവും നന്നായി ജീവിക്കുന്ന നാടാണ്, മനുഷ്യ വികസനത്തിന്റെ സൂചികയിൽ ഏറ്റവും മുന്നിലുള്ള നാടാണ് കേരളമെന്ന് നീതി ആയോഗിന്റെ has declared. But why can't the Congress government say the same thing? That is the question you've got to ask them. You cannot fight such fascistic authoritarianism in a piecemeal fashion, in what suits me and what doesn't suit me. You have to fight it frontally like the CPM is doing. And that is the way to fight it, and that is the way we will defeat Modi and save India today. ഈ പശ്ചാത്തലത്തിൽ സംസാരിക്കുമ്പോഴാണ് കേരളത്തിലെത്തുമ്പോൾ എനിക്ക് അതിശയം തോന്നുന്നത്. ആ അതിശയം ഇവിടെ കേരളത്തിലെ കോൺഗ്രസ് നടത്തുന്ന പ്രചരണത്തെ കുറിച്ചിട്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഈ വെല്ലുവിളികളെല്ലാം കുറിച്ചിട്ടാണ് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ വ്യത്യസ്തമായിട്ടുള്ള നാടുകളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതും ജനങ്ങളെ അണിനിരത്തുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത്. എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളെ BJPക്കെതിരെ അണിനിരത്തുവാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് CPMനും ഇടതുപക്ഷത്തിനുമെതിരായിട്ട് ആളുകളെ അണിനിരത്തുവാൻ വേണ്ടിയിട്ടാണ്. അവരോട് നമുക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം, നിങ്ങൾ എവിടെയാണ് ഉണ്ടായിരുന്നത്? ഈ രാജ്യം അങ്ങേയറ്റം അപകടത്തിന്റെ മുനമ്പിലേക്ക് തള്ളിവിട്ട കാലത്ത് എവിടെയായിരുന്നുവെന്ന് കോൺഗ്രസിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയപ്പോ അതിനെതിരായിട്ട് ഒരക്ഷരം ഉണ്ടാത്തവരായിരുന്നു ഇന്ത്യയിലെ കോൺഗ്രസ്. അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയുകയും അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിൽ പോവുകയും ചെയ്ത ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് CPM എന്നാണ്. ഇന്ത്യയിലെ ഇടതുപക്ഷമാണ്. എവിടെയായിരുന്നു കോൺഗ്രസ് എന്ന് ചോദിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കണം. എവിടെയായിരുന്നു കാശ്മീരിനെ തകർക്കുമ്പോൾ, ആർട്ടിക്കിൾ 370 ഇല്ലാതാക്കുമ്പോൾ എന്തു ചെയ്യുകയായിരുന്നു കോൺഗ്രസ് എന്ന് ചോദിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഞങ്ങൾക്ക് പറയുവാൻ വേണ്ടി സാധിക്കും, അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, ഭരണകൂടം തയ്യാറാക്കിയിട്ടുള്ള ഇരുമ്പുപാളികളെ മറികടന്ന് ശ്രീനഗറിന്റെ മണ്ണിലേക്ക് ആദ്യമായിട്ട് കാലുകുത്തിയത് CPIMന്റെ നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് ഞാനായിരുന്നു എന്നുള്ളതും ഈ നാട് കണ്ടിട്ടുണ്ട്. ബിൽക്കിസ് ബാനുവിന്റെ ബലാത്സംഗികളെ അതിക്രൂരമായിട്ട് അവരെ
മോചിപ്പിച്ച സമയത്ത് അതിനെതിരായി പോരാട്ടം നയിച്ചതാരാണ് എന്ന് നോക്കുക. ആ പോരാട്ടത്തിന്റെ ഒടുവിൽ ബിൽക്കിസ് ബാനുവിന്റെ ബലാത്സംഗികളെ വീണ്ടും തടവിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കുവാൻ കാരണമായത് CPM-ന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് എന്ന് ഈ നാട് കണ്ടിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചു, ഇലക്ട്രൽ ബോണ്ട്, തെരഞ്ഞെടുപ്പ് ബോണ്ട് എന്ന അഴിമതിയുടെ പർവ്വതം ഈ രാജ്യത്തിന്റെ മുന്നിൽ വന്നു നിന്നപ്പോ അത് സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല, അതിനെതിരായ പോരാട്ടത്തെ നയിക്കും എന്നുകൂടി പ്രഖ്യാപിച്ചവരാണ് ഇന്ത്യയിലെ ഇടതുപക്ഷവും CPM-ഉം. അതുകൊണ്ടാണ് സുപ്രീം കോടതിക്ക് പോലും പറയേണ്ടി വന്നത്, ഈ കേസിൽ കക്ഷി ചേരാൻ നിങ്ങളെ ഞങ്ങൾ അനുവദിക്കും. കാരണം ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാത്തവർ മാത്രമല്ല നിങ്ങൾ, ഇലക്ട്രൽ ബോണ്ടിനെ എതിർത്തവർ മാത്രമല്ല നിങ്ങൾ, ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായിട്ടുള്ള ഒരു നയാ പൈസ പോലും ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രഖ്യാപിച്ചവർ കൂടിയാണ് നിങ്ങൾ. അതുകൊണ്ട് ഈ കേസിന്റെ ഭാഗമാകാനുള്ള ധാർമ്മികമായിട്ടുള്ള കരുത്തും അവകാശവും നിങ്ങൾക്കുണ്ട് എന്ന് ഇന്ത്യയിലെ ഇടതുപക്ഷത്തോട് പറഞ്ഞത് സുപ്രീം കോടതിയാണ് എന്ന് കോൺഗ്രസുകാർ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഈ കാലത്തൊക്കെ എവിടെയായിരുന്നു കോൺഗ്രസ്? എന്തേ ഒരക്ഷരം മിണ്ടാതിരിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായി എന്നുള്ളതാണ് നമുക്ക് ചോദിക്കുവാൻ വേണ്ടിയിട്ടുള്ളത്. CAA-ക്കെതിരെ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. ഈ നാട്ടിൽ ഇവിടെ CAA നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് പിണറായി വിജയനാണ്. എന്തേ കോൺഗ്രസിന്റെ ഭരണകൂടങ്ങൾക്ക്, ഗവൺമെന്റുകൾക്ക് അത് പ്രഖ്യാപിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല? നിങ്ങളാണോ ഈ രാജ്യത്തെ ഫാഷിസത്തെ നേരിടുവാൻ വേണ്ടി പോകുന്നത്? തണുത്തു മരവിച്ച മനസ്സുമായി ഫാഷിസത്തെ നേരിടുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. ഉറച്ച നിലപാടുകൾക്കില്ലാതെ നിങ്ങൾക്ക് ആ പോരാട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുകയില്ല. That is why today we must ask them also, where were you when against communalism? When they were trying to utilize, even today, Mr. Modi is trying to utilize the entire question of the Ram temple construction, and today being Ram Navami, he is using this occasion to say all those who did not go to the Ram temple thing are anti-Rama, etc., and rousing religious passions. When all this is happening, the CPIM was the first party to take the position that we respect the religious beliefs of every individual in our country. He or she has that right. You can choose whichever faith you want. That faith, your choice will be respected. You will be protected, and nobody else has the right to interfere in your choice. It could be Hindu, Muslim, Sikh, Christian, atheist like me, anything. But once it's a personal choice taken, that will be respected. But mixing religion with government, mixing religion with politics, and using the Ram temple consecration for political purposes is something that is against the constitution, against the principles of secularism, and therefore the CPIM regrets that it will not join the Ram temple consecration, because this is against the principles of secularism, Indian constitution, and the Supreme Court verdicts. We took that position. Congress has not taken that position. Till date, it has not taken that position. You cannot combat Hindutva with pale Hindutva, with soft Hindutva. While we respect the religious beliefs of every single individual and will protect it, but you cannot compromise your politics on the basis of that, which is what the Congress does, and that only feeds the Hindutva forces, and that only strengthens Mr. Modi and their type of politics. So this is what you got to ask the Congress. Instead of fighting the communal forces frontally, your compromising position, your soft attitude towards Hindutva is actually leading to further strengthening the very forces of Hindutva. And that is why if you are to be, you have also to be defeated if you want the fight against Hindutva to be strengthened. And that is in Kerala. That is why the situation has come to this pass. While in the whole of the country we cooperate. We are cooperating. We are part of that India bloc. And everybody knows our contribution there. But at the same time, here, if your main target is the LDF and CPIM and not the BJP, then we will have to answer you back and keep you out of holding the authority of the government so that we can fight Hindutva and Modi in a much better manner and a much firmer manner. ഇവിടെയെല്ലാം
കോൺഗ്രസ് എവിടെയായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. പിന്നെയും എത്രയോ ഉദാഹരണങ്ങൾ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. രാമക്ഷേത്രത്തിന്റെ വിഷയം ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രചരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. രാമക്ഷേത്രത്തിൽ പോകാത്തവരെല്ലാം രാമനെതിരാണ് എന്ന് പ്രചരിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി ഇപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ CPM എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്, എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്നവരാണ് നമ്മൾ. എല്ലാ വിശ്വാസങ്ങളും ബഹുമാനിക്കപ്പെടുകയും വേണം, സംരക്ഷിക്കപ്പെടുകയും വേണം. അത് ഏത് മതമാകട്ടെ, ഏത് വിശ്വാസമാകട്ടെ, എല്ലാ മനുഷ്യരുടെയും വിശ്വാസം സംരക്ഷിക്കുവാനുള്ള പോരാട്ടം നടത്തപ്പെടണം. എന്നാൽ മതത്തെ രാഷ്ട്രീയവുമായിട്ട് കൂട്ടിക്കലർത്തുന്ന പ്രചരണത്തിന് നിന്നുകൊടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകരുത്. അത് ഭരണഘടനയ്ക്കെതിരാണ്, രാജ്യത്തിന്റെ ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് ഞങ്ങൾ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുകയില്ല എന്ന്, അത് സുപ്രീം കോടതി വിധിക്കും ഭരണഘടനയ്ക്കും എതിരാണ് എന്ന് ആർജവത്തോടെ പറഞ്ഞതാണ് ഇന്ത്യയിലെ CPM. എന്നാൽ ആ വാക്ക് ഉച്ചരിക്കുവാൻ വേണ്ടിയിട്ട് ഇന്നും ഇന്ത്യയിലെ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്ന് കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ ഹിന്ദുത്വത്തിന്റെ അപകടത്തെ മൃദു ഹിന്ദുത്വം കൊണ്ട് നേരിടാമെന്നാണ് കോൺഗ്രസ് കരുതുന്നത് എങ്കിൽ അത് വിഡ്ഢിത്തമാണ് എന്ന് അവർ മനസ്സിലാക്കണം. സന്ധി ചെയ്തുകൊണ്ടല്ല ഹിന്ദുത്വത്തെ നേരിടേണ്ടത്, സമരങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് ഈ വെല്ലുവിളിയെ നേരിടുവാൻ വേണ്ടിയിട്ട് സാധിക്കേണ്ടതുണ്ട്. എന്നാൽ കോൺഗ്രസ് സമരത്തിന് പകരം സന്ധി ചെയ്യുകയാണ്. അവരുടെ ചെയ്യുന്ന സന്ധി, അവരുടെ മൃദു ഹിന്ദുത്വം ഇന്ത്യയിലെ ഹിന്ദുത്വ വർഗീയവാദത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി ഹിന്ദുത്വ വർഗീയവാദികൾക്ക് വിരുന്നൂട്ടുകയാണ് ഇന്ത്യയിലെ കോൺഗ്രസ് എന്ന് Actually leave our ideology and our party and this red flag and join the BJP. Why you need the left today is actually to strengthen and pull all the other secular forces in the right direction. It's only the left that has the moral authority. It is only the left that has the authority and the strength, political strength in terms of its conviction, that can actually draw them into on the correct line to fight the communal forces. That is why today, when we say that electing the Congress will help in defeating the Modi government and allowing an alternate government, but by the time that alternate government formation comes, how many of the congressmen would have left and joined the BJP? From the Chief Minister of Assam today, who is a former congressman, from the former, the leader of the opposition of the Congress in the Rajya Sabha, former, everybody of them has left and joined the BJP today. So the question is that you must remember, if there's consistency in the fighting against this guarantee that the left gives or the CPIM gives is not like Modi guarantee or anybody else's guarantee. This is the guarantee soaked with the blood of the martyrs of this red flag, and this guarantee is that we will save India today from being destroyed by these communal forces, and for that we will rally and mobilize all secular democratic forces in our country. കോൺഗ്രസിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു പരിശോധന നടത്തണം, സ്വയം വിമർശനപരമായ പരിശോധന നടത്തണം, നിങ്ങൾ നിങ്ങളെ തന്നെ തിരുത്തണം എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് പോയ ആളുകളുടെ ഒരു മുഴുവൻ ലിസ്റ്റെങ്കിലും തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? വല്ല ധാരണയുമുണ്ടോ എത്ര ആളുകളാണ് BJPയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളത്, ആരൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത്? എന്നാൽ ഇടതുപക്ഷത്തു നിന്നും ഈ ചെങ്കൊടി വിട്ട് ഒരാളെ പോലും BJPക്ക് കവർന്നെടുക്കുവാൻ വേണ്ടി സാധിക്കില്ല. BJP പാളയത്തിലേക്ക് പോകുന്നവരായിട്ട് ഇടതുപക്ഷത്തു നിന്നും ഉണ്ടാകില്ല. ഇതുകൊണ്ടാണ് ഇടതുപക്ഷം തിരഞ്ഞെടുക്കപ്പെടേണ്ടതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെയാണ്. ഈ ധാർമ്മികമായ കരുത്ത്, ആശയപരമായിട്ടുള്ള ദൃഢത, ഈ ധാർമ്മികമായ ശേഷി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിക്കുന്നത് ഇടതുപക്ഷമാണ് എന്ന് കാണാനും നമുക്ക് സാധിക്കും. കോൺഗ്രസുകാർ പറയുന്നുണ്ട്, ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് അത് കേന്ദ്രത്തിലെത്തുകയും അവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുകയും ചെയ്യണം, BJP ഇതര ഗവൺമെന്റ് ഉണ്ടാക്കണമെന്നാണ് കോൺഗ്രസുകാർ പറയുന്നത്. പക്ഷേ പ്രിയപ്പെട്ട ചങ്ങാതിമാരെ, നിങ്ങൾ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് ഡൽഹിയിലെത്തി ഗവൺമെന്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങളിൽ എത്ര പേരെ BJPക്കാർ ചാക്കിലിട്ട് പിടിച്ചിട്ടുണ്ടാകും എന്നുകൂടി നിങ്ങൾക്കൊന്ന് പരിശോധിക്കുവാൻ വേണ്ടിയിട്ട് പറ്റിയാൽ നന്നായിരിക്കും. ഇപ്പൊ തന്നെ എത്ര ആളുകളാണുള്ളത്? ആസാമിലെ ഇപ്പോഴത്തെ BJPയുടെ മുഖ്യമന്ത്രി പഴയ കോൺഗ്രസുകാരനായിരുന്നു. രാജ്യസഭയിലെ കോൺഗ്രസിന്റെ നേതാവ് ഇപ്പൊ BJPയിലാണുള്ളത്. ഇങ്ങനെ എത്ര ആളുകളെയാണ് കാണാൻ വേണ്ടി പറ്റുക?
ഇടതുപക്ഷത്തിന് ഒരു ഉറപ്പുണ്ട്. ആ ഉറപ്പ് നരേന്ദ്രമോദിയുടെ ഉറപ്പല്ല. ആ ഉറപ്പ് രക്തസാക്ഷികൾ അവരുടെ ചോര കൊണ്ട് ചുവപ്പിച്ച ചോരച്ചെങ്കൊടിയുടെ പോരാട്ടത്തിൽ വളർന്നു വന്ന ഉറപ്പാണ്. മതനിരപേക്ഷത സംരക്ഷിക്കും എന്നുള്ള ഉറപ്പാണ്, ജനാധിപത്യം സംരക്ഷിക്കും എന്നുള്ള ഉറപ്പാണ്. ആ ഉറപ്പിനാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കേണ്ടത്. And that is why finally a stronger left is required, because that is the guarantee for pressurizing and putting the pressure on an alternative secular government in the center to adopt pro-people policies. Remember UPA 1, it was because of the left that you have the rural employment guarantee. Now we need an urban employment guarantee. If that has to come, the left pressure is very important. You had the right to information, you had the right to food security, you had the right to education, you had right to the tribals, to the forest lands. All these rights and many other rights were brought about because of the strength of the left and the pressure of the left on the then Congress-led Manmohan Singh government. That is why stronger the left, greater the pro-people policies that will improve your and our view. Is that, remember 2004, yes, we knew any alternate secular government can only come under Congress leadership. But even then, the people of Kerala gave the LDF how many? 18 out of the 20 MPs. They gave 18 out of the 20 MPs, and because of that 18 out of the 20 MPs, that pressure in the parliament is what finally saw the rural employment guarantee and all these rights I was speaking about materialize. And it is that you have to finally show once again. People of Kerala have always shown the people of India the direction whenever there was a new political situation that emerged, right from 1957 onwards. Now the time has come for you to once again stand up and show the direction that we have to save the secular democratic Republic of India. We have to save the livelihood of our people, and we have to protect our country from turning into an authoritarian fascistic dictatorship. And if that has to be done, the BJP has to be defeated and the left has to be strengthened. And that direction, I hope the people of Kerala will show, and I'm confident that you will once again rise to the occasion and show the way to Indian people in the current political situation. With that confidence, I will take leave of you, thanking Comrade Nitish for the translation, and say Inkilab Zindabad to all of you. Thank you. കരുത്തുറ്റ ഇടതുപക്ഷം ഈ രാജ്യത്ത് ഉണ്ടാകേണ്ടതുണ്ട്. ഇടതുപക്ഷം എത്രത്തോളം കരുത്തുറ്റതാണോ അത്രത്തോളമായിരിക്കും ഒരു ബദൽ ഗവൺമെന്റിനകത്തെ ജനപക്ഷ നയങ്ങളുടെ കരുത്ത് എന്ന് തിരിച്ചറിയാനും നമുക്ക് സാധിക്കണം. നമ്മൾ ഓർമ്മിക്കണം എന്താണ് ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്ത് സംഭവിച്ചത് എന്നുള്ളത്. അന്ന് കരുത്തുറ്റ ഇടതുപക്ഷത്തിന്റെ നിലപാട് തറയുടെ പുറത്തായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടാകുന്നത്, വിവരാവകാശ നിയമം ഉണ്ടാകുന്നത്, വിദ്യാഭ്യാസ നിയമം ഉണ്ടാകുന്നത്, വനം ആദിവാസികളുടെ വനഭൂമി സംരക്ഷിക്കുവാനുള്ള നിയമം ഉണ്ടാകുന്നത്, ഭക്ഷ്യസുരക്ഷാ നിയമം ഉണ്ടാകുന്നത്, ജനങ്ങളുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന ജനകീയമായിട്ടുള്ള പല പദ്ധതികളും ആ കാലത്തുണ്ടാകുന്നത്. ഒരു തവണ കൂടി ഞാൻ പറയുന്നു, എത്രത്തോളം കരുത്തുറ്റതാണോ ഇടതുപക്ഷം അത്രത്തോളം ജനകീയമായിരിക്കും ബദൽ സർക്കാരിന്റെ നയങ്ങൾ, ജനപക്ഷമായിരിക്കും ബദൽ നയങ്ങൾ എന്നുള്ളതാണ്. 2004 ഒരു ബദൽ ഗവൺമെന്റ് ഉണ്ടാക്കുക കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരിക്കും എന്നറിഞ്ഞിട്ട് പോലും കേരളത്തിൽ നിന്നും 18 ഇടതുപക്ഷത്തിന്റെ അംഗങ്ങളെ തെരഞ്ഞെടുത്തയച്ച നാടാണ് ഈ കേരളം. ആ 18 അംഗങ്ങളുടെ കരുത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജനപക്ഷ നയങ്ങൾ ഓരോന്നോരോന്നായിട്ട് കേന്ദ്രത്തിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. അതേ മതനിരപേക്ഷ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, രാജ്യം ഒരു സ്വേച്ഛാധിപത്യ ഫാഷിസ്റ്റ് ഹിന്ദു രാഷ്ട്രമാകുന്നതിൽ നിന്നും തടയുവാൻ വേണ്ടിയിട്ട് BJPയെ പരാജയപ്പെടുത്തുക, ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുക. എനിക്കുറപ്പുണ്ട് ഒരു തവണ കൂടി ഈ കേരളം രാജ്യത്തിന് വഴികാട്ടും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ നിങ്ങളോട് വിടവാങ്ങുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം. Thank you, sir, for addressing us with the inspiring and instigating words. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി സഖാവ് EK വിജയൻ MLA, നാദാപുരം MLA, സീനിയർ ലീഡർ CPI സംസ്ഥാന
സമിതി അംഗത്തെ ക്ഷണിച്ചുകൊള്ളുന്നു.